പടാർ ദ്വീപിൽ നിന്ന് നേരെ പോകുന്നത് പിങ്ക് ബീച്ചിലേക്കാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഉള്ളത് പിങ്ക് ബീച്ചിലാണ്. ഈ പിങ്ക് കളറിന് കാരണം ഇവിടെ കാണപ്പെടുന്ന ഒരു കോറലാണ്. കോറ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ കോറൽ. നല്ല ചുമന്ന കളർ. ഇത് ഈ തീരത്ത് മുഴുവൻ ഈ കോറലാണ്. അത് വൈറ്റ് കോറൽസും കാണാം. അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഈ കളർ സാൻഡ്. സാൻഡിൻ്റെ കളർ ഉണ്ടോ? ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നത്. തീരത്തിന് വലിയ വലിയ കോറൽസ് ഒക്കെ അടിഞ്ഞിട്ടുണ്ട്. ഓ, ഇവിടെ ഒരു വലിയ കോറൽ. വാവ്. ഞാൻ നേരത്തെ കാണിച്ച റെഡ് കളർ കോറൽ ഒരു സോഫ്റ്റ് കോറലാണ്. അത് വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ ലൈറ്റ് യെല്ലോ കളറാണ്. ഈ ഭാഗങ്ങളിൽ കടലിലെ അടിയൊഴുക്ക് കാരണം സോഫ്റ്റ് കോറൽസ് കരക്കടിഞ്ഞ് വെയിലത്ത് ഉണങ്ങിയതിന് ശേഷമാണ് ഈ ചുവന്ന കളർ ആവുന്നത്. അത് മനോഹരമായ ബീച്ചാണ്. ഈ പിങ്ക് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കൊമോഡോ ദ്വീപിലാണ്. ഏറ്റവും കൂടുതൽ കൊമോഡോ ഡ്രാഗണുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് കൊമോഡോ ദ്വീപ്. അതുകൊണ്ട് തന്നെ ബീച്ച് വിട്ട് ദ്വീപിനകത്തേക്ക് പോകരുതെന്ന് ഗൈഡിന്റെ നിർദ്ദേശമുണ്ട്. അടുത്തതായി തക്കത്ത് മക്കാസർ എന്ന ചെറിയൊരു ദ്വീപിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കടലിന് നടുവിലുള്ള ഒരു ചെറിയ മണൽത്തിട്ട, അതായത് ഒരു വൈറ്റ് സാൻഡ് ബീച്ച് മാത്രം. സ്നോർക്കിലിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണത്. സ്നോർക്കിലിങ്ങിനിടയിൽ കടലാമകൾ, ജെല്ലി ഫിഷ്, മാന്തറേസ് ഒക്കെ കാണാൻ സാധ്യതയുള്ള സ്ഥലവും കൂടിയാണിത്.
സ്നോർക്കലിംഗ് കഴിഞ്ഞ് മക്കത്ത് മക്കാസറിൽ തിരിച്ചെത്തി. ആദ്യം തന്നെ ഓറഞ്ച് കളർ ജെല്ലി ഫിഷിനെയാണ് കണ്ടത്. പിന്നെ കടലാമ, ചെറിയൊരു വൈറ്റ് കളർ സ്റ്റിംഗ്റേ ഒക്കെ കണ്ടില്ലേ. നമ്മുടെ നാഷണൽ പാർക്കിലെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം.